മധ്യകാല കേരള ചരിത്ര നിർമ്മിതിക്ക്, അതായത് AD 13 മുതൽ 16 നൂറ്റാണ്ടുകൾ വരെയുള്ള കേരള ചരിത്ര നിർമ്മിതിക്ക് ഉപയോഗിക്കപ്പെടുന്ന പ്രധാന തെളിവുകളാണ് അഥവാ ഉപദാനങ്ങളാണ് മണിപ്രവാള കൃതികൾ. മണിയും പ്രവാളവും സംസ്കൃതവും മലയാള പദങ്ങളും യഥേഷ്ടം ഇടകലരുന്ന കൃതികളാണ് മണിപ്രവാള കൃതികൾ. മലയാളത്തിൽ മാത്രമല്ല, മറ്റ് തെന്നിന്ത്യൻ ഭാഷകളായ തമിഴ്, തെലുങ്ക്, കന്നഡ എന്നീ ഭാഷകളിലും മണിപ്രവാള കൃതികളുണ്ട്. മണിപ്രവാള കൃതികളിൽ ഏറ്റവും ജനപ്രിയമായത് ഉണ്ണി അച്ചിച്ചരിതം, ഉണ്ണി ആടിച്ചരിതം, ഉണ്ണുനീലി സന്ദേശം, ചന്ദ്രോത്സവം, അനന്തപുര വർണ്ണനം എന്നിവയാണ്. ഈ മിക്ക കൃതികളിലെയും പ്രധാന കഥാപാത്രങ്ങളായി പ്രത്യക്ഷപ്പെടുന്നത് സുന്ദരികളായ സ്ത്രീകളാണ്. മണിപ്രവാള കൃതികളെ നമുക്ക് രണ്ടായി വിഭജിക്കാം. ഒന്ന് ചമ്പുക്കൾ, രണ്ട് സന്ദേശകാവ്യങ്ങൾ. ഗദ്യവും പദ്യവും ഇടകലരുന്നവയാണ് ചമ്പുക്കൾ. ഉദാഹരണത്തിന്, ഉണ്ണിച്ചിരുദേവി ചരിതത്തിൽ 3 പദ്യങ്ങളും 30 ഗദ്യങ്ങളും ഉൾപ്പെടുന്നു. ഉണ്ണി അച്ചിച്ചരിതത്തിൽ 27 പദ്യങ്ങളും 30 ഗദ്യങ്ങളും ഉൾപ്പെടുന്നു. ഉണ്ണിയാടി ചരിതത്തിൽ 184 പദ്യങ്ങളും 32 ഗദ്യങ്ങളും ഉൾപ്പെടുന്നു. മറ്റേത് സന്ദേശകാവ്യങ്ങളാണ്. വിരഹിയായ കാമുകൻ തൻ്റെ കാമുകിക്ക് അയക്കുന്ന സന്ദേശങ്ങളാണ് സന്ദേശകാവ്യങ്ങളുടെ ഉള്ളടക്കം. സന്ദേശകാവ്യങ്ങളുടെ മാതൃക കാളിദാസൻ്റെ വിഖ്യാത കൃതിയായ മേഘസന്ദേശമാണ്. സന്ദേശകാവ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഉണ്ണുനീലി സന്ദേശമാണ്. മണിപ്രവാള കൃതികളിൽ മധ്യകാലത്തെ കേരളത്തിലെ അങ്ങാടികളിലും ചന്തകളിലും വിനിമയം ചെയ്യപ്പെട്ടിരുന്ന നാണയങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട്. 16 തരം നാണയങ്ങളെ വിവിധ മണിപ്രവാള കൃതികൾ പരാമർശിക്കുന്നു.